ഒരധ്യാപകൻ വിദ്യാർത്ഥിയെ ക്രൂരമായി തല്ലുന്ന വീഡിയോ വൈറലാവുകയുണ്ടായി. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ആയിരക്കണക്കിന് വാക്കുകൾ മറന്നുപോകും, നൂറുകണക്കിന് മുഖങ്ങൾ മാഞ്ഞുപോകും. എന്നാൽ ചില ഓർമ്മകൾ കാലം ഒരിക്കലും മായ്ക്കില്ല. ഒരു പുഞ്ചിരി അല്ലെങ്കിൽ തനിക്ക് കിട്ടിയ അടി അവൻ എക്കാലത്തും ചിലപ്പോൾ ഓർത്തുവെക്കും. അടിയുടെ മുറിവുകൾ ശരീരത്തിൽ മാത്രമല്ല പതിയുക, പലപ്പോഴും അത് മനസ്സിനെ നോവിക്കും. അധ്യാപകൻ വിദ്യാർത്ഥിയെ അടിക്കുന്ന ചിത്രത്തിനും വാർത്തയ്ക്കുമടിയിൽ സോഷ്യൽ മീഡിയയിൽ രണ്ട് വിഭാഗം ആളുകളെ കണ്ടുമുട്ടി. ചിലർ പറയുന്നു, ഞങ്ങളെയും അധ്യാപകർ തല്ലിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ അച്ചടക്കമുള്ള മനുഷ്യരായത്. എന്നാൽ ചിലർ കുട്ടിയെ തല്ലിയതിനെ നിശിതമായി വിമർശിക്കുന്നു. ഇതിൻ്റെ ശരിതെറ്റുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ ഒരധ്യാപകൻ ഒരു ക്ലാസ് മുറിയെ മാത്രമല്ല രൂപപ്പെടുത്തുന്നത്, ഒരു സമൂഹത്തിൻ്റെ ഭാവിയെയാണ് രൂപപ്പെടുത്തുന്നത്. നമുക്ക് നിരവധി തല്ലുകൾ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇതൊക്കെ നിസ്സാരമാണെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം അത്ര ലളിതമല്ല. 80കളിൽ കിട്ടിയ ആളുകളുടെ കാലം നമ്മൾ മനസ്സിലാക്കണം. അന്നത്തെ കുട്ടികളുടെ ലോകവും ഇന്നത്തെ കുട്ടികളുടെ ലോകവും വ്യത്യസ്തമാണ്. മാതാപിതാക്കളുടെ അഭിപ്രായങ്ങൾക്ക് മാത്രം ആധിപത്യമുണ്ടായിരുന്ന കാലമായിരുന്നു. അധ്യാപകന്റെ തീരുമാനങ്ങൾ ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടാറില്ലായിരുന്നു. അന്നത്തെ ക്ലാസ് മുറിയിൽ നിരവധി കുട്ടികൾ, അവർക്കെല്ലാം ശ്രദ്ധ നൽകാൻ അധ്യാപകന് സാധിക്കുമായിരുന്നില്ല. അന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം പലപ്പോഴും കുട്ടികളിൽ സർഗാത്മകത വളർത്തുക എന്നതായിരുന്നില്ല, കുട്ടികളിൽ ഡിസിപ്ലിൻ ഉണ്ടാക്കുക എന്നതായിരുന്നു പലപ്പോഴും അന്നത്തെ വിദ്യാഭ്യാസ രീതിയുടെ പ്രധാന ലക്ഷ്യം. അന്ന് അടികിട്ടി വളർന്ന പലരും ആ ഓർമ്മയിൽ പറയുന്നത്, നിങ്ങൾ നന്നായി വളർന്നു, അതുകൊണ്ട് ഇന്നത്തെ കുട്ടികളെയും അടിച്ചാൽ തെറ്റില്ല. അവരുടെ വാദം അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് വരുന്നതാണ്. അവർ ആ കഷ്ടാനുഭവങ്ങൾ കടന്നു വന്നവരാണ്. ആ കഷ്ടാനുഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടതുകൊണ്ട് അനുഭവങ്ങൾ നല്ലതായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. ശാരീരികമായ ശിക്ഷകളാണ് ജീവിത വിജയത്തിൻ്റെ നിദാനം എന്ന് പറയാൻ സാധിക്കില്ല. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആ ചർച്ചയിൽ മുൻഗണന നൽകേണ്ടത് നമ്മുടെ ഓർമ്മകൾക്കല്ല, നമ്മുടെ നൊസ്റ്റാൾജിയ അല്ല ഭാവി തലമുറയെ നയിക്കേണ്ടത്. നമ്മുടെ ഭൂതകാല കുളിരുകൾ കൊണ്ട് വിദ്യാർത്ഥികളുടെ ഭാവി നിർണയിക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ കുട്ടികളെ അടിച്ച് പരിശീലിപ്പിക്കുന്ന സമ്പ്രദായം പല സംസ്കാരങ്ങളിലും വിവിധ കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു. മനുഷ്യ നാഗരികതയുടെ ചരിത്രം പരിശോധിച്ചാൽ അധികാരവും അച്ചടക്കവും ശാരീരിക ശിക്ഷയും പെട്ടുകിടക്കുന്നതായി കാണാം. പുരാതന ഗ്രീസിൽ അറിവിനോടൊപ്പം അച്ചടക്കത്തിനും വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. ഒപ്പം അനുസരണയും വളരെ പ്രധാനമായിരുന്നു. യൂറോപ്പിൽ ചൂരൽ അധ്യാപകന്റെ അധികാരത്തിൻ്റെ ഒരു ചിഹ്നമായിരുന്നു. ക്ലാസ് മുറിയിലെ നിശബ്ദത, പിൻ ഡ്രോപ്പ് സൈലൻസ്, ബഹുമാനത്തെക്കാൾ ഭയത്തിൻ്റെ ഫലമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ സ്കൂൾ സമ്പ്രദായത്തിൽ കാനിങ്, ചൂരൽ പ്രയോഗം സർവ്വസാധാരണമായിരുന്നു. വിദ്യാഭ്യാസമുള്ള, അച്ചടക്കമുള്ള, അനുസരണയുള്ള, സാമ്രാജ്യത്വത്തെ അനുസരിക്കുന്ന ആളുകളായി വളർത്തുകയായിരുന്നു കൊളോണിയൽ വിദ്യാഭ്യാസത്തിൻ്റെയും ലക്ഷ്യം. അടികിട്ടിയില്ലെങ്കിൽ കുട്ടി നന്നാവില്ല എന്ന വിശ്വാസം നമ്മിൽ എങ്ങനെയോ ദൃഢമായി കിടന്നു. പിതാക്കൾ അധ്യാപകരോട് കുട്ടികളെ അടിക്കാൻ ആവശ്യപ്പെടുമായിരുന്നു. എന്നാൽ ഒരു കാലത്ത് സാധാരണമായി കണ്ടിരുന്ന കാര്യങ്ങൾ, അനുഭവിച്ച കാര്യങ്ങൾ നമ്മൾ കടന്നു വന്നതുകൊണ്ട് അത് ശരിയാകണമെന്നില്ല. ജയനേർ പറയുന്നുണ്ട്, കൺവെൻഷനാലിറ്റി ഈസ് നോട്ട് മൊറാലിറ്റി. പാരമ്പര്യമായി സാമ്പ്രദായികമായി ചെയ്യുന്നതെല്ലാം ധാർമ്മികമായി ശരിയായിക്കൊള്ളണമെന്നില്ല. ഒരു കാലത്ത് വർണ്ണവിവേചനവും അടിമത്വവും സമൂഹം അംഗീകരിച്ചിരുന്നു, അതുകൊണ്ട് അത് ശരിയാണെന്ന് പറയാൻ കഴിയില്ല. മനുഷ്യാവകാശ നിയമങ്ങൾ വരുന്നു, ബാലാവകാശ നിയമങ്ങൾ വരുന്നു. കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച്
വലിയ ക്യാമ്പയിനാണ് UN ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തുന്നത്. ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കുട്ടികളുടെ അച്ചടക്കത്തെക്കുറിച്ച് മാത്രമല്ല, ഭരണഘടന നൽകുന്ന അന്തസ്സിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഭരണഘടന അനുസരിച്ച് ഒരു കുട്ടിക്ക് ഭയമില്ലാതെ പഠിക്കാനുള്ള അവകാശമുണ്ട്, അപമാനിക്കപ്പെടാതെ പഠിക്കാനുള്ള അവകാശമുണ്ട്, സുരക്ഷിതമായ ഒരു ക്ലാസ് മുറിയിൽ പഠിക്കാനുള്ള അവകാശമുണ്ട്. സ്കൂൾ കുട്ടികളെ ഭയപ്പെടുത്താനുള്ള സ്ഥലമല്ല. വിദ്യാർത്ഥി അധ്യാപകനെ കാണുമ്പോൾ ഭയന്ന് ഹൃദയം മിടിക്കേണ്ടതില്ല. ചെയ്യുന്ന മിസ്റ്റേക്കുകൾ കൊണ്ടല്ല അവരുടെ ഭാവി നിർണയിക്കപ്പെടുക. തെറ്റുകൾ തിരുത്താനുള്ള കഴിവാണ് മനുഷ്യൻ്റെ യഥാർത്ഥ കഴിവ്. ആധുനിക വിദ്യാഭ്യാസ രീതി പണിഷ്മെൻറ്റിൽ നിന്ന് ഗൈഡൻസിലേക്ക് മാറിയിരിക്കുന്നു. അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടത് പണിഷ്മെൻ്റ് അല്ല, ഗൈഡൻസ് ആണ്. വിദ്യാർത്ഥിയെ ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കാണ് കൺവെർട്ട് ചെയ്യേണ്ടത്. ശിക്ഷയും ശാരീരിക ആക്രമണവും രണ്ടാണ്. ഒരു കുട്ടിക്ക് താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ആ പാഠം പഠിപ്പിക്കേണ്ടത് വേദനിപ്പിച്ചുകൊണ്ടല്ല. അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളോട് എങ്ങനെ പെരുമാറണം, കുട്ടികൾ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ആരാണ്, ഈ വിഷയത്തിൽ ക്രാന്തദർശിത്വത്തോടെ കുട്ടികളെ കണ്ട കവിയാണ് ഖലീൽ ജിബ്രാൻ. ഖലീൽ ജിബ്രാനാണ് കുട്ടികളെ ഇത്രയും സുന്ദരമായ രീതിയിൽ ആഖ്യാനിച്ചത്. യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികളല്ല. ഇതാണ് ജിബ്രാന്റെ പ്രശസ്തമായ വരി. കേൾക്കുമ്പോൾ ഇത് വലിയ കടുപ്പമായി തോന്നും. അദ്ദേഹം പറയുന്നത് കുട്ടികൾ നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഒന്നല്ല. അവർ നിങ്ങളിലൂടെ വന്നിരിക്കാം, പക്ഷേ നിങ്ങളുടേതല്ല. നിങ്ങൾ കാണാത്ത ലോകത്ത് ജീവിക്കേണ്ടവരാണവർ. നിങ്ങൾ ജീവിക്കാത്ത ഒരു ലോകത്ത് ജീവിക്കേണ്ടവരാണവർ. നിങ്ങൾ ജീവിച്ച ഭൂതകാലത്തിൻ്റെ ഭാണ്ഡങ്ങൾ നിറച്ചുകൊണ്ടല്ല ഭാവിയിലേക്ക് പോകേണ്ട കുട്ടികളെ നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾ ഭൂതകാലത്തിൽ പഠിച്ച പാഠങ്ങൾ കൊണ്ടല്ല ഭാവിയിൽ ജീവിക്കേണ്ട കുട്ടികളെ നയിക്കേണ്ടത്. അവർക്ക് സ്വന്തമായ ചിന്തകളുണ്ട്, അവർക്ക് സ്വപ്നങ്ങളുണ്ട്, അവർക്ക് വ്യക്തിത്വമുണ്ട്. യഥാർത്ഥ അധ്യാപകൻ ഭയം സൃഷ്ടിക്കുന്നവനല്ല, ധൈര്യം സൃഷ്ടിക്കുന്നവനാണ്. സ്വതന്ത്രമായി ചിന്തിക്കാൻ പഠിപ്പിക്കുന്നവനാണ്. അവരുടെ യാത്രയിൽ വഴികാട്ടികളാവുക എന്നതാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കടമ. ഒരു നല്ല ശില്പി ശിലയിൽ നിന്ന് പ്രതിമയെ കണ്ടെത്തുന്നത് പോലെ ഒരു അധ്യാപകൻ ഒരു കുട്ടിയുടെ, വിദ്യാർത്ഥിയുടെ ഉള്ളിലുള്ള കഴിവുകൾ കണ്ടെത്തുന്നു, അവയെ വളർത്തുന്നു, അവന് ആത്മവിശ്വാസം നൽകുന്നു. ഒരു അധ്യാപകൻ്റെ വിജയം കുട്ടിയെ അച്ചടക്കത്തോടെ നിശബ്ദനാക്കുന്നതിലല്ല, കുട്ടിയെ ചിന്തിപ്പിക്കുന്നതിലാണ്. കുട്ടികളെ തെറ്റുകളെക്കുറിച്ച് ഭയപ്പെടുത്തുകയാണോ വേണ്ടത്? അല്ല, അവരെ ബോധ്യപ്പെടുത്തുകയാണോ വേണ്ടത്? ഭയം താൽക്കാലികമായ അനുസരണം സൃഷ്ടിക്കും, എന്നാൽ ബോധ്യം ഉത്തരവാദിത്വം സൃഷ്ടിക്കും, റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കും. ഭയം നിശബ്ദത സൃഷ്ടിക്കും, ബോധ്യം ചിന്ത സൃഷ്ടിക്കും. ശാരീരികമായ പണിഷ്മെൻറ്റുകൾ ഏറ്റുവാങ്ങിയ കുട്ടികൾ ചില അപകട സാധ്യതകൾ ഉണ്ടാകാമെന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. ചിലർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടും, ചിലർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തും, ചിലർ ഉൾവലിയും, ചില കുട്ടികൾ സ്വന്തം തെറ്റുകൾ മറച്ചുവെക്കാൻ ശ്രമിക്കും, ചില കുട്ടികൾ ആക്രമണ സ്വഭാവം കാണിച്ചേക്കാം, ചിലർക്ക് പഠനത്തോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടേക്കാം. എല്ലാ കുട്ടികളും ഒരേ രീതിയിൽ പ്രതികരിച്ചു കൊള്ളണമെന്നില്ല. ഓരോ കുട്ടികളുടെയും മനസ്സ് വ്യത്യസ്തമാണ്. നമ്മുടെ വിദ്യാഭ്യാസം കുട്ടികളെ എന്താണ് പഠിപ്പിക്കേണ്ടത്? എന്തിനാണ് നാം കുട്ടികളെ സന്നദ്ധമാക്കേണ്ടത്? ഉത്തരങ്ങൾ മനഃപ്പാഠമാക്കാനാണോ? ലോകം ഇതുവരെ ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം കുട്ടികളിൽ കൗതുകം സൃഷ്ടിക്കലാണ്, ജിജ്ഞാസയുണ്ടാക്കലാണ്. ക്യൂരിയോസിറ്റിയാണ് പ്രതിഭയുടെ ഏറ്റവും വലിയ പ്രചോദനം.
ക്യൂരിയോസിറ്റിയാണ് ശാസ്ത്രങ്ങളുടെയും കലകളുടെയും അടിസ്ഥാനം. അതുകൊണ്ട് കുട്ടികളിൽ ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ, ജിജ്ഞാസയുണ്ടാക്കാൻ, കൗതുകങ്ങൾ ഉണ്ടാക്കാൻ അധ്യാപകന് സാധിക്കണം, സ്കൂളുകൾക്ക് സാധിക്കണം. മറ്റൊന്ന് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. വിമർശനാത്മക ചിന്തയെ വളർത്താൻ വിദ്യാഭ്യാസത്തിന് സാധിക്കണം. സർഗാത്മകതയെ വളർത്താൻ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കണം. ഒന്നും രണ്ട് എന്ന ഉത്തരം കൃത്യമാണ്, അച്ചടക്കത്തിൻ്റെതാണ്, കണിഷ്ഠതയുടേതാണ്. ഒന്നും ഇമ്മിണി വലിയ ഒന്ന് എന്ന് പറയുമ്പോഴാണ് സർഗാത്മകത ഉണ്ടാകുന്നത്. കുട്ടികൾക്കുണ്ടാകേണ്ടത് ആശയവിനിമയ ശേഷിയാണ്. അതാണ് വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കേണ്ടത്. തങ്ങൾ വിശ്വസിക്കുന്ന, തങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് കുട്ടികൾക്ക് ഉണ്ടാകണം. അത് വളർത്തിയെടുക്കാൻ കഴിയണം. മറ്റൊന്ന് കോൺഫിഡൻസ് ആണ്, ആത്മവിശ്വാസമാണ്. ഒറ്റ കാര്യം ചോദിക്കുന്നു, അടികിട്ടിയ തലമുറയിൽപ്പെട്ട എത്ര ആളുകൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടായിട്ടുണ്ട്? എത്ര ആളുകൾക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടായിട്ടുണ്ട്? അടി കാരണം എത്ര ആളുകൾക്ക് സർഗാത്മകത ഉണ്ടായിട്ടുണ്ട്? എത്ര ആളുകൾക്ക് അടി കിട്ടിയത് കാരണം കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിട്ടുണ്ട്? എത്ര ആളുകൾക്ക് അടി കിട്ടിയത് കാരണം കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ട്? അടിയെ മഹത്വവൽക്കരിക്കുന്ന ആളുകൾ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടതുണ്ട്. ഇൻഫർമേഷൻ നമ്മുടെ വിരൽത്തുമ്പിൽ ലഭ്യമാണ്. പുതിയ ഐഡിയകളുള്ളവരെയാണ് ലോകത്തിന് ആവശ്യമായി വരുന്നത്. മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ, അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ, ഏറ്റവും നല്ല ഇന്നോവേറ്റീവായ ഐഡിയകൾ കണ്ടെത്താൻ കഴിയുന്നവരെയാണ് അധ്യാപകർ സൃഷ്ടിക്കേണ്ടത്. സ്വയം ഇന്നോവേറ്റീവായ ഐഡിയകൾ സൃഷ്ടിക്കുമോ? ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കുമോ? എററുകൾ സംഭവിക്കുമ്പോൾ, മിസ്റ്റേക്കുകൾ സംഭവിക്കുമ്പോൾ അത് ഭീകര കുറ്റമായി ചിത്രീകരിക്കപ്പെടുകയും പണിഷ്മെൻറ്റുകൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഫലമായി നമുക്ക് ഇന്ന് തോൽക്കാൻ ഭയമാണ്. ഒറ്റുകൊണ്ട് വിജയങ്ങളിലേക്കെത്താൻ നാം ഭയപ്പെടുന്നു. എഡിസനെ പോലെ നിരവധി കണ്ടുപിടുത്തങ്ങൾ പരാജയപ്പെടുമ്പോഴും മുന്നേറാൻ കഴിയുന്നത് അവരിലുള്ള ആത്മവിശ്വാസമാണ്. പരാജയങ്ങളും തെറ്റുകളും കുറ്റങ്ങളും മറികടന്നുകൊണ്ട് മുമ്പോട്ട് പോകാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കാൻ അധ്യാപകന് കഴിയണം.